അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് രാജേഷ് വൈകുന്നേരം വരെ ജസീനയ്ക്ക് വേണ്ടി കാവലിരിക്കുകയാണ്. രാത്രിയാകുന്നവരെ ഇവൾക്ക് കാവലിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇവളിവിടുന്ന് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് സപ്പോർട്ടായി തൻ്റെ തള്ളയുമുണ്ട് എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ നിൽക്കുന്നു. രാജേഷ് എങ്ങനെയെങ്കിലും പുറത്തു പോയിരുന്നെങ്കിൽ എന്ന് ആ ഒരു അമ്മയും ജസീനയും കൊതിക്കുകയാണ്. അവന് ചോറ് വിളമ്പി വെക്കുമ്പോഴും അമ്മയുടെ മനസ്സിൽ നിറയെ സങ്കടവും നിരാശയുമായിരുന്നു. കാരണം അവൻ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, അതും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കുഞ്ഞ് വയറ്റിലായി അതിനെ ഇല്ലാതാക്കുവാനുള്ള ആ ഒരു ശ്രമം, അതിനെക്കുറിച്ചോർത്ത് അവർ കണ്ണീർ വാർത്തു. എന്നാലും ഈ ചെക്കൻ്റെ ഒരു കാര്യം, ഇതിന് പറ്റാത്ത വൃദ്ധി നിൽക്കേണ്ടിയിരുന്നോ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവും എന്നുള്ളത് അത് ശരിക്കും യാഥാർത്ഥ്യമല്ലേ? പിന്നെന്താ ഈ ചെക്കൻ എന്ത് കരുതിയിട്ടാണ്? അവന് ചോറ് വിളമ്പി അതിന് മേൽക്കൂടെ സാമ്പാർ ഒഴിച്ച് മീൻ വറുത്തവും പപ്പടവും ഉപ്പേരിയും വച്ചു കൊടുത്ത് അമ്മ തിരിഞ്ഞു നടന്നു. രാജേഷേ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വേണേ കഴിച്ചോ. പലവട്ടം അവനൊന്ന് പുറത്തേക്ക് ഇറങ്ങും എന്ന് കരുതി അവൻ ഇറങ്ങിയില്ല. ഒരു നിമിഷം ആ അമ്മ വിചാരിക്കുകയാണ്, പക്ഷെ കയ്യിൽ പണമുണ്ട്, പണമെല്ലാം അവൻ്റെ ബോസ് അവന് നൽകിയിട്ടുണ്ട്. അതിന് പകരമായി വിൽക്കേണ്ടത് അവൻ്റെ ഭാര്യയെ. അതിന് അഡ്വാൻസായി കൊടുത്ത ആ പണം കൊണ്ടാണ് അവനിപ്പോൾ ഇത്ര ഹൊങ്ക് കാണിക്കുന്നത്. ജസീനയെ പണയം വെച്ചുകൊണ്ട് ഒരുപാട് പണം കൊയ്യണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നതും. പക്ഷെ അതിനിടയ്ക്കാണ് ഈ ഒരു വാർത്ത അവൻ കേട്ടത്, തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള. അത് കേട്ടതും അവനെ അത് ചൊടിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ എടുത്തു പറഞ്ഞത്, ഒരിക്കലും അതെൻ്റെ കുഞ്ഞല്ല, മറ്റാരുടെ കുഞ്ഞിനെ ഗർഭം ചുമന്നിട്ട് അതെൻ്റെ മേൽ കെട്ടിവെക്കുവാൻ അവൾ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് അവൻ ബഹളം വെക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങൾ അമ്മക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പെൺകുട്ടിയെ ഇവിടെ നിർത്തുന്നത് ഇനി ശരിയല്ല എന്ന് ആ അമ്മക്ക് ബോധ്യമാവുകയാണ്. അങ്ങനെയാണ് അവളോട് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പറയുന്നത്. പക്ഷേ രക്ഷപ്പെടുവാൻ എന്തെങ്കിലും ഒരു പഴുത് വേണ്ടേ? ഈ ചെക്കനിങ്ങനെ നോക്കി നടക്കുകയാണ് വീടിലും വീടിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട്. അവളെങ്ങാനും രക്ഷപ്പെടുമോ എന്ന്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്ന് ശേഷം അവളുടെ ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് ബോസിന് വേണ്ടി സമ്മാനിക്കണം. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമായിക്കൊണ്ടാണ് ഒരു കുഞ്ഞ് എന്നുള്ള ആ ഒരു വാർത്ത കേട്ടത്. പക്ഷേ ഒരിക്കലും അവനതിന് സമ്മതിച്ചില്ല. ഹേയ്, ഒരു കുഞ്ഞും ഇവിടെ വളരാൻ പാടില്ല. എന്തിന്? അതിനല്ലല്ലോ ഞാൻ അവളെ കെട്ടിയത്. അവളുടെ സൗന്ദര്യം കണ്ട് അവളെ പണമുണ്ടാക്കാനുള്ള ഒരു യന്ത്രമായിട്ടാണ് ഞാൻ അവളെ കാണുന്നത്. കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൾ അത്രക്കും സൗന്ദര്യവതിയാണ്. അതുകൊണ്ട് തന്നെ രാജേഷ് വെറുതെ കളിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം കാണാതെ രാജേഷ് ആരെയും താലി കെട്ടി ഇവിടെ കൂടെ പൊറുപ്പിക്കില്ല. അതൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജേഷ് ഭക്ഷണം കഴിച്ച് പ്ലേറ്റെല്ലാം അവിടെ തന്നെ ഇട്ട് എണീറ്റ് കൈ കഴുകി. എന്നിട്ടവൻ സിറ്റ് ഔട്ടിൽ പോയിരുന്നു. രാജേഷേ, ഈ എന്താണ് അപ്പോൾ പണിക്കൊന്നും പോകാത്ത? അമ്മ അവനോട് ചോദിച്ചു. പണിക്കോ? പണിക്ക് പോകാതെ തന്നെ പണം കിട്ടുന്ന ഏർപ്പാടെന്താ ഇവിടെ ഇല്ലേ എനിക്ക്? ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട് കെട്ടെടുത്ത് ആ അമ്മയെ വീശി കാണിച്ചു. കണ്ടില്ലേ? വെറുതെയാണോ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? അതേ, പൊന്മുട്ട ഇടുന്ന താറാവിനെ അങ്ങനെ കൊല്ലാൻ പറ്റില്ലല്ലോ, വിട്ടുകൊടുക്കാനും പാടില്ല. അവളുടെ കാവൽ നായയായിട്ടെങ്കിലും ഞാനിവിടെ നിൽക്കും. ഇവിടെ നിന്നെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പിന്നെ അതിന് വല്ല വഴിയെങ്ങാൻ ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞു തരാം. വീണ്ടും ഭീഷണിയുടെ സ്വരങ്ങൾ. സമയം അതാ വൈകുന്നേരമായി. മഗ്‌രിബിൻ്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നു. അത് കേട്ടപ്പോൾ ജസീന, പഠിച്ചോനെ, എത്ര ദിവസമായി നിസ്കരിച്ചിട്ട്, എത്ര ദിവസമായി. ഒരിക്കൽ പോലും തഹജ്ജുദ് വരെ നിസ്കരിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്ര ദിവസമായി. എൻ്റെ ഒരു വിധി. എന്ത് സമയത്താണ് റബ്ബേ ഞാനിതെല്ലാം ഇട്ടെറിഞ്ഞ് ഈ കാട്ടാളിൻ്റെ കൂടെ പോകുന്നത്? എൻ്റെ നിസ്കാരങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. തലയിൽ മര്യാദക്കൊരു തട്ടം പോലും ഇടാൻ അവൻ സമ്മതിക്കുന്നില്ല. നല്ല ചെറിയ ഡ്രസ്സുകളാണ് എനിക്ക് കൊണ്ടു തരുന്നത്. നീ ഇതിടുമ്പോൾ നിന്നെ കാണാൻ വല്ലാത്ത മൊഞ്ചാണ്.
പിന്നെന്തേ കഴുത്തൊന്നും ഇങ്ങനെ പിടിച്ച് നിൽക്കല്ലേ? കുറച്ചൊക്കെ നെഞ്ചും പുറകെ കാണുന്ന നല്ല മനോഹരമായ ഡ്രസ്സൊക്കെ ഇടുമ്പോഴല്ലേ ആളുകൾക്ക് ആളുകൾക്ക് അല്ലേ? അറിയാതെ രാജേഷ് അന്നത് പറഞ്ഞു പോയപ്പോൾ ഒരു നിമിഷം അവൾ അത് വിചാരിച്ചു. അല്ല ഏട്ടാ, ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ടല്ലേ? അങ്ങ് കണ്ടാൽ പോരെ എൻ്റെ ശരീരമൊക്കെ? പിന്നെന്താ ആളുകൾക്ക് എന്ന് പറയും? അല്ല മോളെ, അത് എൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ കുറച്ചൊക്കെ സ്റ്റൈലിലൊക്കെ നടക്കണ്ടേ? എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ബോസിനെ ബോധിപ്പിക്കുക എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഡ്രസ്സുകളെല്ലാം അവൾക്ക് നൽകിയിരുന്നത്. ആദ്യമൊക്കെ ഇടുമ്പോൾ അവൾക്കതൊരു വല്ലായ്മ തോന്നി, പിന്നീടതങ്ങോട്ട് ശീലമായി. ടൂറ് പോകുമ്പോഴും ആ രീതിയിലുള്ള ഡ്രസ്സുകളാണ് അവൻ നൽകിയിരുന്നത്. സാരിയാണെങ്കിലും ബ്ലൗസ് വളരെയധികം കയറിയതും കഴുത്തും പുറവും കുറെ കൂടിയതുമായ ആ ടൈപ്സിലുള്ള, ആരും ഒന്ന് നോക്കിപ്പോകും ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജസീന എന്ന ശ്രീലക്ഷ്മിയെ. ഇപ്പോഴവൾക്കെല്ലാം ബോധ്യമായി, തന്നെ ചതിക്കുകയായിരുന്നു തൻ്റെ ഭർത്താവെന്ന്. താലി കെട്ടി കൊണ്ടുവന്ന് ഇവിടെ ഒരു മാസം നിർത്തി നല്ല രീതിയിൽ, പിന്നീട് ടൂറ് പോക്കായി, പിന്നീട് അങ്ങോട്ട് തന്നെ ഓരോരുത്തരുടെ മേലിൽ ഏൽപ്പിക്കുക പണത്തിന് വേണ്ടി. അയ്യേ, നാണം കെട്ട നാറിയുടെ പരിപാടി. ഇനി ഇവിടെ നിൽക്കില്ല. എന്തൊക്കെ തന്നെയായാലും അവൾ മനസ്സിൽ അപ്പോഴും ഓർത്തു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. ഒരു നിമിഷം വീട്ടിലാകുമ്പോൾ ആ സമയം തന്നെ ഉമ്മ പറയും, മക്കളെ ബാങ്ക് കൊടുത്തിട്ടോ, വേഗം പോയി നിസ്കരിച്ചോളി. ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ, പ്രത്യേകിച്ച് മഗ്‌രിബാകുമ്പോൾ നമ്മളെല്ലാ പ്രവർത്തികളും നമ്മൾ നിർത്തി വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. പെട്ടെന്ന് ഉളൂഹ് ചെയ്തിട്ട് നിസ്കരിക്കണം. കാരണം മഗ്‌രിബ് എന്ന് വെച്ചാലേ കുറഞ്ഞ സമയമുള്ളൂ. ആ ഒരു കുറഞ്ഞ സമയം എന്ന് വെച്ചാൽ പെട്ടെന്ന് മഗ്‌രിബ് ഖളാ ആവും. അതുകൊണ്ട് വേഗം നിസ്കരിക്കണം. ഉമ്മയുടെ ആ ഒരു ഉപദേശം അവളുടെ ചെവിയിലൂടെ കടന്നു പോകുന്നു. അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നു. റബ്ബേ, എത്ര ദിവസമായി ഞാനായിട്ട് ചെയ്ത തെറ്റിന് ഞാനായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. മര്യാദക്ക് ഒരു വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. റബ്ബേ, ഒരാൾക്കും ഈ ഒരു വിധി ഉണ്ടാകാതിരിക്കട്ടെ. സമയം 7 മണിയായിരിക്കുന്നു. ഇനിയൊരിക്കലും ജസീന രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പ് അവനിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ അറിയാതെ പുറത്തേക്ക് ഇറങ്ങുന്നു. അമ്മയോടും അവളോടും ഒന്നും പറയാതെ അവൻ ഇറങ്ങി. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ പതുക്കെ ഇട്ടുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നത്. അത് പെങ്ങൾ കണ്ടു. ഓ, ഇന്നിപ്പോൾ മുഴുവനും ഇവിടെ ഇരുന്നല്ലോ, ഇന്നിപ്പോൾ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ അവന്. അമ്മ, എന്താ മോളെ, രാജേഷ് ഇറങ്ങിപ്പോയല്ലോ. അവനെന്തപ്പോൾ ജോലിക്കൊന്നും പോകാത്ത ഇവിടെ അങ്ങനെ ഇരിക്കുകയാണല്ലോ, അതെന്ത് പറ്റി? അറിയില്ല മോളെ, ഓൻ പോയോ? ആ, പോയി. കള്ളുടിക്കാൻ പോവായിരിക്കും. രാത്രി പിന്നെ കുറച്ച് മോന്തണല്ലോ. മോന്തി വന്നിട്ട് കയ്യിലൊരു കുപ്പിയും കൊണ്ട് വരും. പിന്നെ വീട്ടിൽ ഒച്ചപ്പാടായി, ബഹളമായി. പിന്നെ അത് ലെക്കൊക്കെ ഒന്ന് കെട്ട് ഒന്ന് റെഡി ആണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ 10 മണി ആവണം. അതിന് പോവാണ്. അല്ല അപ്പം എന്തിനാണ് പോണത്? കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ. അല്ലമ്മ, എങ്ങനെയാണോ അവൻ്റെ കയ്യിൽ ഇത്രയധികം ക്യാഷ്? മോളെ, അതൊക്കെ പറയാണ്ട് കുറേ കഥ. അതൊക്കെ ആ പെണ്ണിനെ ആർക്കോ കൊടുക്കണം എന്ന് വെച്ചിട്ടേ, ആ പെണ്ണിനെ ഏതോ എൻ്റെ ബോസിനെ കാഴ്ച വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇപ്പോൾ ഗർഭിണി അതിൻ്റെ പേരിൽ കുറേ ഗുളികയും കൊണ്ടുവന്ന് കൊടുത്ത് എങ്ങനെയെങ്കിലും അവളെ, അതാണ് അവൻ്റെ ലക്ഷ്യം. ഓനെ എന്തോ ഒരു പരിപാടിക്ക് നിൽക്കുകയാണ്. വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ. മാനവും നാണവും ഇല്ലാത്ത വർഗം. അവൻ പുറത്തിറങ്ങി എന്ന് കണ്ടപ്പോൾ എന്തൊക്കെ തന്നെയായാലും രാത്രി 11 മണിയാവാതെ അവൻ കയറി വരില്ല. ആ അമ്മ പതുക്കെ ജസീന കിടക്കുന്ന ആ റൂമിലേക്ക് പോയി. മോളെ. ആ, എന്താ അമ്മ? മോളെ, മോൾക്ക് വിശക്കുന്നില്ലേ? ഇല്ല, കുറച്ച് വെള്ളമെങ്കിലും കുടിക്കണം മോളെ. വേണ്ടമ്മ. മോളെ, പിന്നെ രാജേഷ് പുറത്ത് പോയിട്ടുണ്ട്. ആണോ അമ്മ? ഞാൻ എങ്ങോട്ടേക്കും പോയിക്കോളാം. ഇനി എനിക്ക് കഴിയില്ല ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ. ഇനി കഴിയില്ല. പേടിച്ച് എൻ്റെ ജീവിതം, എൻ്റെ കുഞ്ഞിനെ വിചാരിച്ചിട്ടെങ്കിലും അമ്മ എന്നെ പറഞ്ഞയച്ചു തരണം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. മോള് വീട്ടിൽ പോ. വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അതെനിക്ക് ഭയമാണമ്മ. എനിക്കറിയുന്നില്ല. അതും ഗർഭിണിയായ, അതും ഒരു മുസ്ലിം പെണ്ണ് ഹിന്ദു മതസ്ഥൻ്റെ കൂടെ ചാടിപ്പോയി അവനിലുണ്ടായ കുട്ടിയെ ഗർഭിണിയായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? മോളെ, അതൊന്നും സാരല്ല. ഒക്കെ നമ്മുടെ അടുത്ത് പറ്റിയ തെറ്റല്ലേ. ആ ഒരു തെറ്റ്
അത് മാപ്പ് പറയണം. എന്നിട്ട് മോള് പോവണം. ഇവിടെ നിന്നാൽ എൻ്റെ മോളെ കുഞ്ഞിനെ കൊല്ലുന്നൊരു കാര്യം ഉറപ്പുണ്ട്. വെച്ചേക്കില്ല. അവൻ ഉറപ്പായിട്ടും കൊല്ലും. അതിനു മുമ്പായിട്ട് രക്ഷപ്പെട്ടോ. മോൾ എങ്ങോട്ട് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. എടുക്കാനുള്ളതെല്ലാം എന്തെങ്കിലും എടുത്തോ. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. സമയം 8 മണിയോടടുക്കുന്നു. നേരം ഇരുട്ടി. എല്ലാവരും അകത്തായ ആ ഒരു സമയത്ത് അമ്മ അവളെയും കൈപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി. ശരീരത്തിൻ്റെ ക്ഷീണവും മനസ്സിൻ്റെ ക്ഷീണവും എല്ലാം കൂടി അവളെ ആകെ തളർത്തിയിരുന്നു. പല പ്രാവശ്യം അവൾ വീഴുവാൻ വേണ്ടി പോയി. അമ്മ അവളെ പിടിച്ചു. മോളെ വീഴല്ലേ അമ്മ. മോൾക്ക് ധൈര്യമുണ്ടോ? അതോ എന്ത് ഞാൻ ചെയ്യേണ്ടത്? പകലെപ്പോഴെങ്കിലും അവൻ പോയിട്ട് എങ്ങോട്ടെങ്കിലും ആക്കി തന്നാൽ മതിയോ? വേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ പോയിക്കോളാം. ആ രാത്രിയിൽ അവർ രണ്ടുപേരും ഇറങ്ങി നടക്കുന്നു. എതിരെ രാജേഷ് വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ കണ്ണിൽ നന്നായിട്ടുണ്ടായിരുന്നു. റോഡിലൂടെ അവർ നടക്കുമ്പോൾ ഒരു നിമിഷം അവർ കരുതി ഒരിടവഴി ഉണ്ടായിരുന്നെങ്കിൽ അതുവഴി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ രണ്ടു ഭാഗത്തും കൃഷികളുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അതിലെ ഒന്നും പോകാൻ വഴിയില്ലായിരുന്നു. അവർ നേരെ റോഡിന് നടന്നപ്പോൾ അതാ എതിരെ നിന്ന് ഒരു വാഹനത്തിൻ്റെ ലൈറ്റ് കാണുന്നു. പെട്ടെന്ന് തന്നെ അത് രാജേഷാണ് എന്ന് തോന്നി അമ്മ അവളെ വലിച്ച് ആ ഒരു കുറ്റിക്കാട്ടിലേക്ക് അവർ രണ്ടുപേരും മറഞ്ഞ് ശ്വാസം പിടിക്കാതെ നിന്നു. ആ വണ്ടി അങ്ങ് മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു നിമിഷം അവരുടെ അടുക്കൽ നിർത്തുമോ എന്നവർ ഭയപ്പെട്ടു. ഇല്ല, അതങ്ങോട്ട് പോയിരുന്നു. അത് രാജേഷാണോ എന്താണോ ഒന്നും അറിയുന്നില്ല. സംഭവം ഒരു ബൈക്കാണ്. ഇനി അവൻ വീട്ടിൽ വന്നു നോക്കാനെങ്ങാനും വരികയാണോ എന്നവർ ഭയപ്പെട്ടു. അവർ പേടിച്ച് വിറച്ചുകൊണ്ട് പിന്നെയും നടക്കുന്നു. ഏകദേശം അമ്മ പറഞ്ഞ ആ ഒരു കവലയുടെ അടുക്കലേക്കെത്തി. 1.5 കിലോമീറ്ററോളം നടക്കേണ്ടതായി വന്നു. അവിടെയാകുമ്പോൾ പിന്നെ കുറച്ച് അങ്ങാടി പോലെയാണ്. അവിടെ ചെറിയ രീതിയിലുള്ള ഓട്ടോകളും കാര്യങ്ങളും അതെല്ലാം കിട്ടും. കുറച്ച് ആൾത്തിരക്കുള്ള ആ അങ്ങാടിയിൽ അവളെ കൊണ്ടാക്കിയിട്ട് അമ്മ പറഞ്ഞു, മോളെ അമ്മ പോയിക്കോളൂ. ഇനി രാജേഷ് അമ്മയോട് കൂടി കണ്ടാൽ ഒരിക്കലും വെറുതെ വിടില്ല. പോയിക്കോളൂ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. അവൾക്ക് അവളുടെ വാക്കുകൾ പറയാൻ കിട്ടുന്നില്ലായിരുന്നു. പോയിക്കോളൂ അമ്മ, പോയിക്കോളൂ. മോളെ, എനിക്ക് സമാധാനമില്ല. ഈ നട്ടപ്പാതിരാക്ക് ഗർഭിണിയായ ഒരു പെണ്ണിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല കുട്ടിയെ. എനിക്ക് പോകാൻ കഴിയണില്ലല്ലോ. അമ്മ പ്ലീസ്, നമ്മൾ രണ്ടുപേരെയും കൂടി കാണാനിട വന്നാൽ എന്തൊക്കെ തന്നെയാലും രാജേഷ് രണ്ടുപേരെയും വെച്ചേക്കില്ല. എൻ്റെ ജീവിതം എന്തൊക്കെ തന്നെയാലും ഇങ്ങനെയായിപ്പോയി. അമ്മയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ പ്ലീസ്. എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങൾ പോയിക്കോളൂ, എന്നെ വിചാരിച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ. ആ അമ്മക്ക് മനസ്സില്ലായിരുന്നു. കടയിൽ നിന്ന് അവർ ഒരു കുപ്പി വെള്ളവും എന്തോ അവൾക്ക് ഒരു സ്നാക്കും വാങ്ങിക്കൊടുത്തു. മോളെ, വല്ലാതെ വിശക്കുകയാണെങ്കിൽ ഇത് കഴിച്ചോണ്ടി, ഈ വെള്ളവും കുടിച്ചോണ്ടി. അമ്മ കൊടുത്ത 220 രൂപ. മോളെ, പറ്റുന്നുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് ഇത് തികയുന്നുണ്ടെങ്കിൽ കുട്ടി കൊടുത്തോളൂ. അമ്മൻ്റെ കയ്യിൽ ഉള്ളത് ഇങ്ങോട്ട് എടുത്തതാണ്. അത് കയ്യിൽ പിടിച്ചോളി. എന്തെങ്കിലും വേണ്ടമ്മ, ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്തോളും. അല്ല മോളെ കണ്ടാൽ ഇപ്പോഴും കല്യാണം കഴിഞ്ഞതാണെന്നോ ഗർഭിണിയാണെന്നോ തോന്നുകയില്ല. ഇപ്പോഴും കെട്ടിക്കാത്ത നല്ലൊരു പെൺകുട്ടിയാണ് നീയെ. കണ്ടാലേ ആരെങ്കിലും ഒന്നിനും മടിക്കൂല. മോളിതുമായി മെല്ലെ രക്ഷപ്പെട്ടോ. അമ്മ വാങ്ങിക്കോ മോളെ. മനമില്ലാ മനസ്സോടു കൂടി അവളത് വാങ്ങി. അമ്മ പോയിക്കോളൂ എന്നുള്ള ആ വാക്കുകൾക്ക് അമ്മക്ക് പോകുവാൻ മനസ്സില്ലെങ്കിലും പോകാതെ നിവൃത്തിയില്ലല്ലോ. രാജേഷ് കണ്ടാൽ വെച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടു കൂടി അവർ തിരിഞ്ഞു നടന്നു. അവർ വീണ്ടും വീണ്ടും അവളെ നോക്കുന്നുണ്ടായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവേ, ആ കുട്ടി ഒറ്റക്കാണ്, ആരുമില്ല, നീ തുണയായി ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരികെ നടക്കുന്നു. വിജനമായ ആളൊഴിഞ്ഞ ആ സ്ഥലത്തുകൂടെ ആ അമ്മ നടക്കുന്നു. പെട്ടെന്ന് രാജേഷ് വരുമോ എന്നുള്ളൊരു ഭയവും അവരിലുണ്ടായിരുന്നു. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വെച്ചേക്കില്ല. അതെനിക്കറിയാം. സ്വന്തം മകനെ പേടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ് അമ്മക്കും വീട്ടിലുള്ള പെങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ പേടിച്ച് ആ അമ്മ വഴിയോരത്തൂടെ അരികിൽ ചാരിയാണ് പോയത്. ഒരു പക്ഷേ റോഡിന് നടുവിലൂടെ പോയാൽ എന്തായാലും അവൻ കണ്ടാൽ പിന്നത്തെ കഥ പറയണ്ട.
ഇനിയും 1/2 കിലോമീറ്ററോളം നടക്കുവാനുണ്ട്. ആ കുട്ടിയുടെ സ്ഥിതി എന്തായോ ആവോ, പാവം. ആ കുട്ടി എങ്ങോട്ട് പോയോ ആവോ, അതാണ് ആ അമ്മ വിചാരിക്കുന്നത്. താൻ എങ്ങോട്ട് പോകണം, എവിടേക്ക് എത്തണം എന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ് അവൾ. ഒരിക്കലും ഗർഭിണിയായ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അതൊരിക്കലും ശരിയല്ല. എന്തായിരിക്കും അവരുടെ സ്ഥിതി? ആകെ മാനം കെടുത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. വീണ്ടും അങ്ങോട്ട് ഞാൻ എങ്ങനെ പോകും എന്നുള്ള കാര്യം അവൾക്ക് അറിയുന്നേയില്ല. അവളുടെ ഓരോ കുടുംബത്തെ പറ്റിയും വിചാരിച്ചു. എളാപ്പയുടെ, മൂത്താപ്പയുടെ, ഇല്ല, അവരൊക്കെ എന്നെ വെറുക്കപ്പെട്ടവളാണ്. ഞാൻ എൻ്റെ സ്വഭാവം കണ്ട് അവരെല്ലാം എന്നെ വെറുത്തു. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ നോക്കണ്ട, സ്വന്തം വീട്ടിലേക്ക്. അല്ലോ വേണ്ട, എനിക്ക് പേടിയാകുന്നു. ഉപ്പയും ഉമ്മയുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവരുടെ ഇല്ലില്ല, ഞാൻ അങ്ങോട്ടുമില്ല. അവളുടെ കൂട്ടുകാരികളെ എല്ലാം അവൾ ഓർത്തു. ഇല്ല, എങ്ങോട്ടും പോയാൽ ആരും എന്നെ കയറ്റില്ല. കാരണം ദീൻ പൊളിച്ചു വന്നവളാണ് ഞാൻ. ദീനിനെ ഉപേക്ഷിച്ച് വന്നവളാണ്. അതുകൊണ്ടൊരിക്കലും. ഒരു നിമിഷം അവൾ ആ ഉസ്താദിനെ ഓർത്തു. എത്ര നല്ല ജീവിതമായിരുന്നു എനിക്ക് കിട്ടുക. അദ്ദേഹത്തിൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ ഫ്രീക്കന്മാരെ വേണം, നല്ല ജോലി അടിക്കുന്നവരെ വേണം എന്നൊക്കെ കരുതി ഇവനങ്ങ് സെലക്ട് ചെയ്തു. എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെ. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോവുക? എനിക്കൊന്നും അറിയുന്നില്ല. കയ്യിലുള്ള ആ 220 രൂപ അതുകൊണ്ട് എവിടെ എത്താനാണ് ഞാൻ? ഉമ്മയുടെ വീട്ടിലേക്ക് പോയാലോ? വേണ്ട, എന്തിന്? അമ്മാവന്മാർ, അമ്മായിമാർ, വല്യമ്മ, വല്യപ്പ, അവർക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാവില്ലേ? വേണ്ട, അങ്ങോട്ടും ഞാൻ പോകുന്നില്ല. പെട്ടെന്നതാ മുന്നിലൂടെ ഒരു ബസ് പോകുന്നു. അവൾ ആ ബസ്സിനെ കൈനീട്ടി. അല്ലെങ്കിലും അവിടെ ബസ്സിനൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവൾ താൽക്കാലികമായി ആ ബസ്സിൽ കയറിപ്പറ്റി. കണ്ടക്ടർ ചോദിച്ചു, കുട്ടി എങ്ങോട്ടാ? അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ലായിരുന്നു. കുട്ടി, മിണ്ടാൻ കഴിയില്ല നിനക്ക്? എങ്ങോട്ടാണെന്ന് പറഞ്ഞത്? അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ 200 രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. എന്താ കുട്ടി നീ പറയുന്നത്? 200 രൂപ തന്നിട്ട് എങ്ങോട്ടത്? 200 രൂപക്കുള്ള ഓട്ടൊന്നും ഇനിയില്ല, രാത്രിയാണ്, സമയം 9-10 മണിയായി തുടങ്ങി. ഈ ഒരു സമയത്ത് എങ്ങോട്ടാ 200-നുള്ള ഓട്ടം? അവൾക്ക് മൗനമായിരുന്നു. അതിൽ ഡ്രൈവർ പറയുന്നത് കേട്ടു, എടാ എവിടെങ്കിലൊക്കെ ഒന്ന് ഇറക്കി വിട്ടേക്ക്, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? എവിടെങ്കിലും ആളും മനുഷ്യനും കൂടുന്നിടത്ത് വിട്ടുകൊടുക്കുക. നമ്മളെ പെടയിലില്ലാതോ ഇത്? അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇല്ല, സമൂഹം മുഴുവൻ എന്നെ വെറുക്കപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും എനിക്ക് ഇപ്പോൾ അന്യരാണ്, എല്ലാവരും വെറുക്കപ്പെട്ടവരാണ്. ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നു. പെട്ടെന്നവൾ സീറ്റിൻ്റെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അവളത് കണ്ട് ഞെട്ടിപ്പോയി. അതെ, അന്ന് ടൂറ് പോയപ്പോൾ രാജേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അവൻ അതിലുണ്ട്. പഠിച്ചോനെ, എന്നെ എങ്ങാനും കണ്ടാൽ പറഞ്ഞു കൊടുക്കുമല്ലോ. ഒരു കോൾ മതി, എൻ്റെ മുമ്പിൽ. ഇല്ല, അവൻ എത്തിച്ചേരും. അവൾ തട്ടും കൊണ്ട് പതുക്കെ മുഖം മറച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ ഇറങ്ങിക്കോളാം. അല്ല മോളെ, അപ്പോൾ നിനക്ക് സ്റ്റോപ്പ്? അയാളത് പറഞ്ഞപ്പോഴേക്കും ദാ ബാക്കി പൈസ. പക്ഷേ അവളതുപോലും വാങ്ങാൻ തയ്യാറായിരുന്നില്ല. അവൾ പേടിച്ച് അവിടെ തന്നെ ഇറങ്ങാമെന്ന് കരുതി. ഒരു പക്ഷേ ആ ബസ് അവസാനിക്കുന്നിടത്ത് അവനും അതുവരെ ഉണ്ടെങ്കിലോ? അവൻ്റെ വീട് അവിടെയാണെങ്കിലോ? വേണ്ട, ഒന്നിനും മടിക്കാത്തവരാണ്. ഞാൻ രാജേഷേട്ടൻ്റെ അടുക്കലിരിക്കുമ്പോൾ തൻ്റെ അരയിലൂടെ വന്ന ആ ഒരു കൈകൾ, അതെ, അത് ഒരു പക്ഷേ അവൻ്റേതാണെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അവനാണത്, മറ്റൊന്നുമല്ല. എന്നെ കണ്ടാൽ വെറുതെ വിടില്ല, അതുറപ്പുണ്ട്. അത് പറഞ്ഞ് അവൾ അടുത്ത് കണ്ട സ്റ്റോപ്പിൽ ഇറങ്ങുകയായിരുന്നു. പൈസ ബാക്കി പോലും വാങ്ങാതെ. എങ്കിലും കണ്ടക്ടർ അത് അവൾക്ക് ഇട്ടുകൊടുത്തിരുന്നു. 150 രൂപ. അവളത് എടുക്കണോ എടുക്കണ്ടേ എന്ന് വരെ ആലോചിച്ചു. കാരണം ആ ബസ്സിലുള്ളവരെല്ലാം ഒരു നിമിഷം അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഏതാണ് ആ കുട്ടി എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തൊക്കെ തന്നെയാലും ആ ബസ് കണ്ണിൽ നിന്ന് മറഞ്ഞു. ഒരു നിമിഷം ജീവൻ തിരിച്ചു കിട്ടിയ അവൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആ പൈസ അവൾ പെറുക്കിയെടുത്തു. 150 രൂപ. അത്ര ദൂരമൊന്നും പിന്നിട്ടിട്ടില്ല. എങ്കിലും അതിൽ കയറിയാൽ ഇല്ല, അവനുണ്ടതിൽ. അവൻ എന്നെ പിന്നിൽ നിന്ന് ഇടിക്കുവാൻ വേണ്ടി ശ്രമിച്ചവനാണ്.
അതെനിക്ക് നന്നായിട്ടറിയാം. ആദ്യമൊക്കെ ഞാൻ രാജേഷേട്ടൻ്റെ കൈ തട്ടുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അയാളുടെ കൂട്ടുകാരനാണ് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ ഇല്ല, അത് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ആ ഒരു രാജേഷ് അവനതിന് സമ്മതിക്കുകയായിരുന്നോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്ത് ഭർത്താവ് ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിക്കാൻ ധൈര്യം കാണിക്കോ? ചുണയുള്ള ആൺകുട്ടികളാണെങ്കിൽ തിരിച്ച് മുഖമടിച്ച് പൊട്ടിക്കൂലേ? പക്ഷേ ഇതെന്താണെന്നറിയില്ല, അവൻ കൂടുതലായിട്ട് അവൻക്ക് സപ്പോർട്ട് നൽകുകയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് രാജേഷിൻ്റെ ആ മടിയിൽ കിടക്കുവാൻ സാധിച്ചില്ല. കാരണം എൻ്റെ ശരീരത്തിലൂടെ കൈകൾ ഇഴയുന്നത് ഞാൻ ശരിക്കും അറിഞ്ഞിരുന്നു. അവളാകെ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. അവൾക്ക് ഒരടി മുന്നിൽ വെക്കാൻ കഴിയുന്നില്ല എന്നവൾക്ക് ഓർത്തു. അവൾ അവിടെ കണ്ട ആ ഒരു ഷെഡ്, അതിൽ ഇരുന്നു. എങ്ങോട്ട് പോകണം, എന്ത് പറയണം എന്നറിയുന്നില്ല. പഠിച്ചോനെ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് എങ്ങോട്ടും പോകാനില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക? അവൾ അവിടെ ഇരുന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. ഞങ്ങളുടെ സ്വന്തം മകളെ ഇപ്പോൾ അനാഥയായി നടക്കുകയാണ് എന്നുള്ള കാര്യം പാവം ഫാത്തിമ ഉമ്മയും ഉസ്താദായ ഭർത്താവും അറിയുന്നേയില്ല. അവരെപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. റബ്ബേ, ഞങ്ങളെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ട് പോയതായിരിക്കും എൻ്റെ കുട്ടി, അപ്പോഴത്തെ ബുദ്ധിക്ക് പുറത്തു കൊടുക്ക് റഹ്മാനെ. ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ റബ്ബേ അവളെ നീ തോന്നിപ്പിക്ക്. ആ ഉമ്മയും ഉപ്പയും കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. പക്ഷേ തൻ്റെ മകൾ ഇപ്പോഴും അവൻ്റെ കൂടെ ജീവിക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവനെ ഉപേക്ഷിച്ച് പോരണം എന്നാണ് അവർ കരുതുന്നത്. പലപ്പോഴും ഉമ്മ കരയുമ്പോൾ ഉപ്പ പറയും, ഫാത്തിമ മോളെ, നീ കരയല്ലേ, അവൾ നമുക്കുള്ള കുട്ടിയായിരിക്കില്ല, അവൾ ഹിദായത്തിൽ നിന്ന് പുറത്തു പോയ കുട്ടിയായിരിക്കാനാണ് സാധ്യത, കരയരുത്. നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. ഇക്ക, എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയുമോളെ? മറക്കാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല, എന്താ ചെയ്യുക, നമ്മളെ വിധി. അല്ലാതെ നമ്മളവളെ നോക്കായിട്ടൊന്നുമല്ല. കുട്ടിയുടെ ബുദ്ധി പോയൊരു പോക്കേ. സാരല്ല, കരയാതിരിക്കൂ. എന്നെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ ഇരു കൈകളും നീട്ടി നമ്മളെ പൊന്നുമോളെ ഞാൻ സ്വീകരിക്കും. എനിക്കെൻ്റെ പൊന്നുമോള് അത്രയ്ക്ക് ജീവനാണ്. അവളില്ലാതെ എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണുള്ളത്? ഒന്നുമില്ല. ഈ വീട്ടിലെ സന്തോഷങ്ങളാകെ കെട്ടടങ്ങിയിരിക്കുന്നു. എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നു നമ്മളുടേത് അല്ലേ? എന്ത് സമയത്താണ് റബ്ബേ മോൾക്ക് അങ്ങനെ പോകാൻ തോന്നിയത്? ആ ഉമ്മയും ഉപ്പയും പരസ്പരം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ മോള് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ ദിവസം അതാ പള്ളിയിൽ വെച്ച് ജസീനയുടെ ഉപ്പ മരുമകനാകാൻ നിന്ന ഷെഫി ഉസ്താദിനെ കാണുകയാണ്. ഉപ്പയുടെ ദയനീയമായ ആ മുഖം കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായിരുന്നു. ഉപ്പ, സാരല്ല, പഠിച്ച റബ്ബേ വലുത്, നമുക്ക് മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അതായിരിക്കും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇനിയും പരീക്ഷിക്കാതിരിക്കട്ടെ മോനെ എന്ന് പറഞ്ഞ പിതാവ് പൊട്ടിക്കരയുകയായിരുന്നു. ഉപ്പ, കരയാതിരിക്കൂ. ഉപ്പ ഒരിക്കലും കരയരുത്. എന്താ ചെയ്യുക, നമ്മളായിട്ടല്ലല്ലോ ഒക്കെ. അവൾ അവളുടെ ബുദ്ധിമോശം കൊണ്ട് പോയതല്ലേ. എന്തായാലും അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ, അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മോനെ, എൻ്റെ കുട്ടിയോട് വല്ലാത്ത ചതിയായിപ്പോയില്ലേ ഞാൻ ചെയ്തത്. ഉപ്പ, നിങ്ങളല്ലല്ലോ ചെയ്തത്, അതൊന്നും സാരല്ല. അവളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് അവൾ അങ്ങനെ പോയി, മറ്റൊരുത്തൻ്റെ കൂടെ. അവൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. വിഷമിക്കണ്ട ഉപ്പ, അവൾക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളിയിൽ വെച്ച് ആ ഉപ്പയും ആ മരുമകനും കൂടി വിഷമങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോഴതാ അങ്ങോട്ട് ഒരാൾ കയറി വരുന്നു. എന്താപ്പോ മരോനാകാൻ വിചാരിച്ച ആളിപ്പോൾ എന്തായി? അതാണ് ഉസ്താദെ പറഞ്ഞത്, അങ്ങനെ നമ്മൾ മോഹിക്കരുത്. അതും ഇപ്പോൾ കണ്ടില്ലേ, കുട്ടി ചാടിപ്പോയി മറ്റൊരുത്തൻ്റെ കൂടെ. ഇവൻ മരുമകനെന്ന് പേര് പറഞ്ഞവൻ ഇവിടെ ബാക്കിയായും ചെയ്തു. എന്താണ് ഓരോ കുട്ടികളെ പഠിപ്പിച്ചതിന് മോശമായിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ ഉസ്താദെ, നിങ്ങളൊക്കെ നല്ല പഠിപ്പിക്കുന്ന ആൾക്കാരെന്നല്ലേ. പിന്നെ ഇപ്പം എന്ത്, അല്ലെങ്കിലും കുറച്ച് ദീനീബോധമുള്ള ആൾക്കാർക്ക് തന്നെ ഓരോ കുടുംബത്തിൽ തന്നെ എങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി.
അയാളുടെ ആ ഒരു വാക്ക് നെഞ്ചിൽ തറക്കുന്നത് പോലെയാണ് ഉസ്താദിനും ഷെഫി ഉസ്താദിനും മനസ്സിൽ കൊണ്ടത്. ആ ഉപ്പ വിതുമ്പി കരയുമ്പോൾ ആ ഉസ്താദ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. ഉപ്പ കരയല്ലേ, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ കരഞ്ഞുള്ള ദുആ ഒരിക്കൽ പഠിച്ചോൻ കേൾക്കാതിരിക്കില്ലല്ലോ. ഉപ്പ വിഷമിക്കാതിരിക്കും. മരുമകൻ ആകാനൊരുങ്ങിയ ആ ഷെഫി ഉസ്താദിൻ്റെ ആശ്വാസവാക്കുകൾ ഉപ്പാക്ക് ധൈര്യം പകർന്നു. അതേ മോനെ, പഠിച്ചുകൊണ്ടല്ലേ നമ്മളെ. ഇതിനേക്കാളും വലിയ എത്രയോ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാണ് നമ്മുടെ പൂർവികരായ പ്രവാചകന്മാർ. അത്രയൊന്നും നമുക്കില്ലല്ലോ. സാരല്ല, ഒക്കെ ശരിയായിക്കോളും. ശരിക്കും ആ പിതാവ് വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. റബ്ബേ, എന്നെങ്കിലും അവൾ തിരിച്ചു വരികയാണെങ്കിൽ പഠിച്ച റബ്ബേ, എത്ര നന്നായിരുന്നു. ആ ഉമ്മാക്കും ഉപ്പാക്കും ഒരു ദിവസങ്ങളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാമായിരുന്നു. അല്ലാ, നീ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഒരു ബുദ്ധിമുട്ടിലും പെടുത്താതെ അവളെ ഒന്ന് തിരികെ എത്തിച്ചിരുന്നെങ്കിൽ. അല്ലാ, ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയുടെയും ഉപ്പയുടെയും വാക്ക് വകവെക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് കുറച്ച് ദിവസം സുഖവും സമാധാനവും ഉണ്ടാവും. പക്ഷേ പിന്നീട് എല്ലാവരെയും കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ശീലമാണ് അധികം ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബിലീസിൻ്റെ കെണിയിലും പടച്ച റബ്ബ് നമ്മളെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജസീനയുടെ സ്ഥിതി ഇനി എന്തായി തീരും? അവൾ ഗർഭിണിയായ അവളുടെ കുഞ്ഞിനെ ആര് സംരക്ഷിക്കും? സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ആ ഒരു കുഞ്ഞിനുണ്ടാകുമോ? ആ കുഞ്ഞിൻ്റെ സംരക്ഷണം ആരേറ്റെടുക്കും? അതോ എന്നേക്കുമായി രാജേഷ് അവനെ ഇല്ലാതാക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അവസ്ഥകൾ ഒരു പെൺകുട്ടികൾക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാഠം കൂടിയാണ് ഞാൻ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.